എനിക്ക് ഒരു ഉപയോഗിക്കാത്തൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. പലർക്കും ഉണ്ടാവും ഉപയോഗിക്കാത്ത അക്കൗണ്ട്സ്, ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടാവും. ഇതിൽ സത്യത്തിൽ എൻ്റെ ഒരു ക്ലയൻറ്റ് കൊണ്ടുവന്ന് കുറച്ച് പൈസ ഇട്ടു. ബൈ മിസ്റ്റേക്ക്, എനിക്ക് തരേണ്ട പൈസ അല്ല ആക്ച്വലി. വേറെ ആർക്കോ കൊടുക്കേണ്ട പൈസ ബൈ മിസ്റ്റേക്ക് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ട്. ആൾ എന്നെ വിളിച്ചു, ഇങ്ങനെ ബൈ മിസ്റ്റേക്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ട്. ഞാൻ ചെയ്ത അക്കൗണ്ടാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ആ അക്കൗണ്ട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ഇത് പ്രശ്നം എന്താ അറിയോ, ഇതിൽ ഈ മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്ത് ഉപയോഗിക്കാത്ത അക്കൗണ്ടിൽ നമ്മൾ പൈസ കീപ്പ് ചെയ്യില്ലല്ലോ. ഇപ്പം ഇന്നോപ്പറേറ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, പിന്നല്ല എമൗണ്ട് ഇങ്ങനെ കയറി നിൽക്കും. ആരെങ്കിലും അങ്ങ് പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ബാങ്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ രീതിയിൽ ഈ പൈസ എന്ത് ചെയ്യും, കൊണ്ടുപോയി. അപ്പോൾ ക്ലയൻറ്റ് എന്നോട് സംസാരിച്ചു, ബൈ മിസ്റ്റേക്ക് ഇട്ടതാണ്. ഞാൻ ബാങ്കുകാരോട് സംസാരിച്ചു. ബാങ്കുകാർ പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് മാനേജറൊക്കെ എനിക്ക് പേഴ്സണലി പരിചയമുള്ള മാനേജറാണ്. സത്യത്തിൽ പല മാനേജർ ഇങ്ങനത്തെ ചെറിയ ചെറിയ എമൗണ്ടൊക്കെ ക്രെഡിറ്റ് ചെയ്ത് തരാറുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ അവർ പറയുന്നത് ഇത് എനിക്ക് പറ്റില്ല, ഇതാണ്. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ ഉപയോഗിക്കാത്ത അക്കൗണ്ട്സ് എന്തെയില്ല, അവർ അങ്ങനെ കിടക്കും. ആക്ച്വലി ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തേക്കണം. നിങ്ങൾക്ക് വേണ്ടാത്ത ബാങ്ക് അക്കൗണ്ടാണ് ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ വേറൊരു കേസ് കൂടി ഉണ്ട്. നമ്മൾ ഈ ഓൺലൈൻ ത്രൂ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വെക്കുമല്ലോ ബാങ്കിൽ. ഈ ആവശ്യമില്ലാത്ത ബെനിഫിഷ്യറി വൺ ടൈം ഒക്കെ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇവരങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ ബൈ മിസ്റ്റേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ആൾക്കാർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് പോകും. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ എന്ത് ചെയ്യും, വളരെ ബുദ്ധിമുട്ടും. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഉപയോഗിക്കാത്ത അക്കൗണ്ട്സ് പെട്ടെന്ന് ക്ലോസ് ചെയ്യുക, രണ്ട് നമ്മളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക.